നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സ്വപ്നതുല്യമായ ഒരു നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ സ്വപ്നതുല്യം എന്ന് തന്നെ വിശേഷിപ്പിക്കണം അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം. ഒരു മത്സരം പോലും തോൽക്കാതെ ഏറ്റവും ആധികാരികമായി ഇന്ത്യ 4ാം തവണ കിരീടമുയർത്തുമ്പോൾ ഒരുപക്ഷെ ന്യൂസിലൻഡിൽ ഈ ലോകകപ്പിൽ ഇന്ത്യ നടത്തിയത് ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഞങ്ങളുടെ അതിഥികളെ പരിചയപ്പെടാം. ശ്രീ സുധേഷ്, ഒപ്പം തന്നെ ശ്രീ ശ്രീകുമാരൻ നായർ, ശ്രീ KL മോഹനവർമ്മ, ശ്രീ ദേവദാസ്, ഒപ്പം ടെലിഫോൺ ലൈനിൽ സച്ചിൻ ബേബിയെയും പ്രതീക്ഷിക്കുന്നു. രാഹുൽ ദ്രാവിഡ് എന്ന ഇതിഹാസത്തിന്റെ പരിശീലനത്തിന് കീഴിലാണ് ഈ ചരിത്ര നേട്ടത്തിലേക്ക് ഇന്ത്യയുടെ കുട്ടികൾ ഓടിയെത്തിയത്. സാക്ഷാൽ സച്ചിൻ തന്നെ ദ്രാവിഡിനെയും കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ടെത്തി. With great teamwork, big dreams work. Congratulations to our world champions. You've made us proud. Excellent job by Rahul and Paras. Thank you for all your contribution and guiding all these youngsters. And to our youngsters, your beautiful journey has just begun, as I would say. Continue to give your best and enjoy the game above all. Good luck and have a wonderful career. ചരിത്രം കുറിച്ച കുട്ടികൾക്ക് ലോക ചാമ്പ്യൻ ഇതിഹാസത്തിന്റെ അഭിനന്ദനം. ഏതായാലും ഈ ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭാവി നിക്ഷേപങ്ങളായി ഞങ്ങൾ കണ്ടെത്തിയ ചില താരങ്ങളുണ്ട്. പൃഥ്വി ഷാ നായകൻ, മനോജ് കാൾറ ഇന്ന് സെഞ്ചുറി നേടിയ താരം, അനുകൂൽ റോയ് മികച്ച സ്പിന്നർ, കമലേഷ് നാഗർകോട്ടി 145 കിലോമീറ്റർ സ്പീഡിൽ പന്തെറിയുന്ന നല്ലൊരു പേസ് ബോളർ, ശിവം മാവി അതേപോലെ തന്നെ സ്പീഡുള്ള ബൗളർ, ശുഭ്മാൻ ഗിൽ മികച്ച ബാറ്റ്സ്മാൻ, ടോപ്പ് സ്കോറർ ഇന്ത്യയുടെ ഈ ലോകകപ്പിൽ. ഇത്തരം കുറെ താരങ്ങളെയും ഭാവിയിലേക്ക് ഈ മത്സരം, ഈ ടൂർണമെന്റ് നമുക്ക് തന്നു. അതിഥികളിലേക്ക് പോകുന്നു. ആദ്യം ശ്രീ KL മോഹനവർമ്മയിലേക്ക്. ശ്രീ KL മോഹനവർമ്മ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വപ്നതുല്യമായ ഒരു നേട്ടം, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ കാണുന്ന ആ സ്വപ്നതുല്യമായ ഭാവിയിലേക്ക് ഓടിയെത്താൻ ഈ കുട്ടികൾക്ക് കഴിയുമോ? ഇന്നത്തെ പ്രകടനം, ഈ ടൂർണമെന്റിലെ പ്രകടനം അത്തരത്തിലൊരു പ്രതീക്ഷ അവർ നൽകുന്നുണ്ടോ നമുക്ക്? സ്വപ്നതുല്യം മാത്രമല്ല, സ്വപ്നമല്ല, ഇത് സംഭവിക്കുമെന്ന് ഏകദേശം പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കളിയുടെ, ക്രിക്കറ്റിൻ്റെ ആ രൂപം തന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ടീം ഗെയിമായി മാറിക്കഴിഞ്ഞു. മുമ്പുള്ള ഇൻഡിവിജ്വൽ വലിയ ടോപ്പ് സ്കോറേഴ്സും വലിയ ഏറ്റവും പ്രധാനികളായ നേതാക്കന്മാരിൽ നിന്ന് മാറിയിട്ട് എല്ലാം ഒരു ടീം ഗെയിമായിട്ട് മാറിയ ഒരു കേൾക്കുന്നുണ്ട് ഇതൊരു ടീം ഗെയിമായി മാറി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ വ്യത്യാസം. ഒരു കാര്യം നോക്കുക, ഓരോ കളിക്കാരനും ഒരാൾ അഥവാ എന്തെങ്കിലും കൊണ്ട് ഫെയിലിയർ ആയാൽ തന്നെ അടുത്ത ആൾ ഉടനെ തന്നെ ഉണ്ട്. അതുപോലെ ഫീൽഡിങ്ങിൽ വന്ന മെച്ചം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ ആക്റ്റീവാണ്. ഇതിവിടെ മാത്രമല്ല. അതുകൊണ്ട് എന്താ വന്നു വെച്ചാൽ നമ്മുടെ കളിയുടെ ആ രൂപം തന്നെ മാറി. ക്രിക്കറ്റ് ഒരു ടീം ഗെയിമായിരുന്നു, ടീം ഗെയിമായിട്ട് മാറിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെയും ഏറ്റവും കൂടുതൽ സ്കോറോ ബൗളിംഗ് അനാലിസിസോ കൊണ്ട് അവർ വളരെ ടോപ്പ് സ്റ്റാറായി മാറുന്നതിൽ നിന്ന് മാറിയിട്ട് ഇതൊരു ടീമാണ് ആയിരിക്കുന്നത്. അതാണ് രാഹുൽ ദ്രാവിഡ് കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം. അതിൻ്റെ പ്രതിഫലനമാണ്. ഇത് സ്വപ്നതുല്യമല്ല, സ്വപ്നത്തിൻ്റെ അപ്പുറമാണ്, ഒരു സംശയമില്ല. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ചാമ്പ്യന്മാരായിട്ട് മുമ്പോട്ട് പോകും. അതിനുള്ള എല്ലാ അനുഭവ സമ്പത്തുകളും ഈ കുട്ടികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് വളരെ വളരെ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ സോ ആക്റ്റീവ് ദേവർ, ഇതുവരെ കാണാത്ത രീതിയിൽ. അതാണ് വാസ്തവത്തിൽ എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു കളിയിലെ ആ ദൃശ്യം. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ വേണം. രാഹുൽ ദ്രാവിഡിന് സച്ചിൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ അഭിനന്ദനങ്ങളും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാത മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം നമ്മൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. മറ്റതിഥികളിലേക്ക് കൂടി. ശ്രീകുമാരൻ നായർ, ഒരുപക്ഷെ ഒരു കളി പോലും തോക്കാതെ ഈ ടൂർണമെന്റിൽ ഇന്ത്യ ജയിച്ച് ലോക ചാമ്പ്യന്മാരാകുന്നു. അവസാന ഫൈനലിൽ 8 വിക്കറ്റിന് ജയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഈ ടൂർണമെന്റിലെ ഏറ്റവും ചെറിയ മാർജിനിലുള്ള ജയമായിരുന്നു അത്. രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോഴൊക്കെ 10 വിക്കറ്റിനാണ് ഇന്ത്യ ഇതുവരെ ജയിച്ചു വന്നത്. പാകിസ്ഥാനെ അടക്കം 203 റൺസിനൊക്കെ തോൽപ്പിച്ച് വന്ന വലിയ മത്സരങ്ങൾ. അങ്ങനെ ഏറ്റവും ചെറിയ മാർജിനിൽ ജയിച്ചുകൊണ്ടാണ് ഇന്ന് 4ാമത്തെ കിരീടത്തിലേക്ക് ഈ കുട്ടി താരങ്ങൾ ഓടിയെത്തിയത്. എങ്ങനെയാണ് അവരുടെ പ്രകടനത്തെ നമ്മൾ കാണേണ്ടത്? മനു, ഇതൊരു ഇതിഹാസത്തിൻ്റെ തുടക്കമാണ്.
ശരിക്കും നമ്മുടെ ഭാവി വളരെയധികം ശരിക്കും ഇവരുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു ക്യാപ്റ്റൻ, ഹെഡ് കോച്ച് എന്ന നമ്മുടെ പഴയ വാൾ, അദ്ദേഹത്തിൻ്റെ മിന്നുന്ന പ്രകടനം, 14 മാസത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം ഫലവത്തായി എന്ന് അദ്ദേഹം പറയുമ്പോൾ എത്രമാത്രം പ്രതീക്ഷയാണ് അദ്ദേഹം ആദ്യം ഈ ടീമിനോട് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പം ഭാവി താരങ്ങൾ എന്ന് പറഞ്ഞ് കാണിച്ചതിനേക്കാളുപരി ഇവർ 16 പേരും ഭാവി താരങ്ങളാണ്. അതാണ് ചാൻസ് കിട്ടിയില്ല എന്നുള്ളത് പരാതി ഒരുപക്ഷെ സുദേശം സമ്മതിക്കുമായിരിക്കും. ചാൻസ് കിട്ടിയില്ല, അതാണ് കിട്ടിയ ചാൻസ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അങ്കുൾ റോയിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കും. ഇനി ഒരു ഓൾറൗണ്ടർ പദവിയിലേക്ക് ഏറ്റവും വേഗത്തിൽ ഓടിയെത്താൻ പോകുന്ന ഒരു താരമാണ് അങ്കുൾ. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി, എന്താണ് ക്യാപ്റ്റൻസി എന്നും ഫീൽഡിൽ എങ്ങനെയായിരിക്കണമെന്നും കളി ജയിക്കാൻ എന്തൊക്കെ വേണമെന്നും ആ തന്ത്രം എങ്ങനെ ഫീൽഡിൽ നടപ്പാക്കുമെന്നും തീർച്ചയായും അറിയുന്ന ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ്റെ കീഴിൽ അണിനിരക്കുന്ന ഉന്നതന്മാരായ ബാറ്റ്സ്മാൻമാർ, അവരുടെ പേര് ഞാൻ പറയാതെ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഗിൽ, അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ സെഞ്ചുറി അടിച്ച ആളിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്, അതാണ് ഗിൽ. ഇന്ന് മനോജിൻ്റെ ടേണായിരുന്നു. ഇന്ന് ഇവിടെ ഒരു കാര്യം മോനോർമ്മ സാറ് പറഞ്ഞതാണ്, ഒരാൾ പോയാൽ മറ്റൊരാൾ കൃത്യമായി ആ സ്ഥാനത്തേക്ക് എത്തുന്നു. അതാണ് ടീം വർക്ക്. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിക്കറ്റ് ഇവരുടെ കയ്യിൽ ശോഭനമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് മനു. പിന്നൊന്ന്, എല്ലാവർക്കും വേണ്ടത് ഒരു മനസാന്നിധ്യമാണ്. അത് കൊടുക്കാൻ കഴിവുള്ള ഒരു മെൻറ്റർ തന്നെയായിരുന്നു രാഹുൽ ദ്രാവിഡ്. ഒരു കോച്ചിനേക്കാളുപരി തൻ്റെ സ്വന്തം മക്കളെപ്പോലെ ഈ 16 കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടു നടന്ന് അവരുടെ മൊബൈൽ ഫോണൊക്കെ ശരി അദ്ദേഹം പിടിച്ചു വാങ്ങിച്ചു വച്ചു എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഓരോ കളിയും അതൊരു കളിയാണെന്ന് മാത്രം. അത് പാകിസ്ഥാനാണോ, സിംബാബ്വെയാണോ, ഗുനിയയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമാണോ എന്നുള്ളതല്ല. ഏത് കളിയും ആദ്യത്തെ കളിയാണ്, അത് സുരക്ഷിതമായി കളിക്കണം, കളി ജയിക്കണം എന്ന് മാത്രം പറഞ്ഞു വിടുന്ന ഒരു ഹെഡ് കോച്ച്. അത് അതേപടി അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു ക്യാപ്റ്റനും ബാക്കി 10 പേരും. ഇവരിൽ ആരാണ് മനു മോശം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ടീമിൽ ഒക്കെ പറയുമ്പോൾ നമുക്ക് 1, 2, 3 പേരെ എടുത്തു പറയാൻ കാണും. ഇത് നമ്മൾ പറയുമ്പോൾ 11 പേരെയും പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. ഒരാൾ മോശമായാൽ അടുത്ത ആൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന അണ്ടർ 19 ടീമിനെ ശരിക്കും അഭിനന്ദിക്കുകയല്ല, ഭാവി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് മനു. തീർച്ചയായിട്ടും സുധേഷ്, ഒരുപക്ഷെ നമ്മൾ ഈ ഓരോ ലോകകപ്പ് വിജയങ്ങളും വലിയ നേട്ടങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ കൊണ്ടാടപ്പെടാറുള്ളത് ബാറ്റ്സ്മാൻമാരാണ്. നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സച്ചിനും ഗാംഗുലിയും അങ്ങനെ ദ്രാവിഡും എല്ലാവരും ആഘോഷിക്കപ്പെട്ടത് ബാറ്റ്സ്മാൻമാരാണ്. ഒരു പക്ഷേ ബൗളർമാർ ഒരു സൈഡ് ലൈനിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഈ ലോകകപ്പിൽ കണ്ടൊരു കാഴ്ചയുണ്ട്, കുറേ മികച്ച ബൗളർമാർ തുടർച്ചയായി 145 കിലോമീറ്ററിന് മുകളിൽ പന്തെറിയുന്ന നാഗർകോട്ടി, ശിവം മാവി, ഒപ്പം തന്നെ വിദേശത്ത് പോലും സ്പിന്ന് കൊണ്ട് അത്ഭുതം കാണിച്ച അനുകൂൽ അടക്കമുള്ളവർ, അങ്ങനെ കുറച്ച് ബൗളർമാരെ കൂടി ഈ ലോകകപ്പ് സമ്മാനിക്കുന്നുണ്ട്. അത് നൽകുന്ന ശുഭപ്രതീക്ഷ ഒരു പക്ഷേ ചെറുതല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്. തീർച്ചയായും മനു, ഇവിടെ ഈ ലോകകപ്പ് വിജയത്തിൽ ഏറ്റവും നിർണായകമായൊരു കാര്യം ഇപ്പോൾ മനു പറഞ്ഞതുപോലെ ഫാസ്റ്റ് ബൗളിങ്ങിൽ ഇന്ത്യ സമ്പന്നമാകുന്നു എന്നൊരു തോന്നൽ ഉളവാക്കുന്നു. നാഗർകോട്ടിയെ കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ പറയേണ്ട പേരാണ് ഇഷാന്റെ കാര്യം. ഇന്നും സെമി ഫൈനലിലും ഇന്നത്തെ കളിയിലും അദ്ദേഹത്തിന് വളരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടീമിനെ കുറിച്ച് പറയുമ്പോൾ പല പ്രത്യേകതകളും ഇന്ത്യ ക്രിക്കറ്റിനെ എത്രത്തോളം ഗൗരവമായി എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് വളർച്ച എത്രത്തോളം പോസിറ്റീവാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിജയം. ഇത് നമുക്കറിയാം, ഒരു മത്സരം ജയിക്കുന്നു 100 റണ്ണിന് ജയിക്കുന്നു, പിന്നെ 10 വിക്കറ്റിന് 2 മത്സരം ജയിക്കുന്നു, പിന്നീട് 100-ലേറെ റണ്ണിനും 200-ലേറെ റണ്ണിനും ജയിക്കുന്നു. ഇന്ന് ഫൈനൽ ഏകപക്ഷീയമായി എന്ന് തന്നെ പറയാം 8 വിക്കറ്റിന് ജയിക്കുന്നു. വളരെ ആധികാരികം. മറ്റ് ഒരു ക്രിക്കറ്റ് രാജ്യത്തിനും ഇന്ത്യക്കൊപ്പം നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെയായിരുന്നു വീക്ക്നെസ്, സാധാരണ ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ പോലും വീക്ക്നെസ്സായി പറയുന്നു, വിദേശ സാഹചര്യങ്ങളിൽ നന്നായി കളിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ നമ്മുടെ ബാറ്റ്സ്മാൻമാരും ബൗളർമാരും ഒരുപോലെ തന്നെ, നാഗർകോട്ടിയെ പോലുള്ള ഒരു ബൗളർ ബൗൺസറും ഒപ്പം തന്നെ യോർക്കറും എല്ലാം വളരെ അനായാസം എറിയുന്നു. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കണ്ട് ഇയാൻ ബിഷപ്പ് പറഞ്ഞത് എനിക്ക് വായിൽ വെള്ളമൂറുന്നു എന്നാണ് പറഞ്ഞത്. അത്രത്തോളം മനോഹരമായ ആക്ഷനോടുകൂടി എറിയുന്ന ഒരു ബൗളർ. ഒപ്പം തന്നെ ഇഷാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷാൻ വളരെ തന്ത്രപൂർവ്വം പന്തെറിയുന്ന ഒരു താരമാണ്. അതുകൊണ്ട് തന്നെയാണ് നാഗർകോട്ടി അത്രയും പേസിലെറിയുമ്പോൾ ഇഷാനാണ് വിക്കറ്റ് കിട്ടുന്നത് നമ്മൾ നോക്കണം. വളരെ തന്ത്രപൂർവ്വം അതെ അതാണ് ഇത്തരം പ്രത്യേകതകളോടെ ബൗൾ ചെയ്യുന്ന ബൗളർമാരെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഒപ്പം തന്നെ പറഞ്ഞ മാതിരി വിദേശ സാഹചര്യത്തിൽ അനായാസം ഇണങ്ങിച്ചേർന്ന് കളിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ കാര്യത്തിൽ ഏറ്റവും പ്രത്യേകതയോട് കാണുന്ന ഒരു കാര്യം, കുറേ നാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കുന്നതാണ്,
ഒരു താരം പോലും ഒരേ നഗരത്തിൽ നിന്ന് ഈ ടീമിലില്ല. ദക്ഷിണേന്ത്യക്കാർ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു കുറവ് ഞാൻ കാണുന്നു, വളരെ പ്രധാനം തന്നെയാണ്. എന്നാൽ പോലും ഇന്ത്യയിലെ പല നഗരങ്ങളിൽ നിന്നും, ഒരാൾ താനെയിൽ നിന്നാണെങ്കിൽ ഒരാൾ ഭാവ്നഗർ പോലുള്ള നഗരം വളരെ മുംബൈ ഡൽഹി കേന്ദ്രീകൃത ക്രിക്കറ്റ് ഇല്ല. തീർച്ചയായും ഡൽഹിയിൽ നിന്നും ഒരു താരം മാത്രമാണ് ഉള്ളത്, മുംബൈയിൽ നിന്നും ആരുമില്ല. അപ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായ കാര്യമായി കാണേണ്ട അതാണ്. പലരും വളരെ നമ്മുടെ അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിലെ താരങ്ങളെ പോലെ തന്നെ വളരെ മോശം സാഹചര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളിൽ നിന്നോ വരുന്നവരാണ് കൂടുതൽ. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് അതാണ്. ആ കുട്ടികളുടെ പ്രകടനത്തിൽ ഇവിടെ മോഹൻവർമ്മ സാർ പറഞ്ഞതുപോലെ ഒരു കൂട്ടായ്മ കാണുന്നത് തന്നെ അതുകൊണ്ടാണ്. അവർ ഈ ക്രിക്കറ്റിനെ വല്ല അന്ധമായി സ്നേഹിച്ച് അല്ലെങ്കിൽ ഈ ക്രിക്കറ്റർ ആകണം, അതിനുവേണ്ടി എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പഠനമോ അല്ലെങ്കിൽ എന്തും തങ്ങൾക്കുണ്ടാകുന്ന ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ക്രിക്കറ്റിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായ ഒരു കൂട്ടം കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രകടനത്തിൽ ഒരു കൂട്ടായ്മ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഒരു താരമില്ലെങ്കിൽ മറ്റൊരാൾ ഓരോ അവസരത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും അതുപോലെ കളിക്കാൻ സാധിക്കുന്നു. ഒരു ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാൻ ഇവർക്ക് സാധിച്ചു ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അവർക്ക് എല്ലാത്തിനും ഉപരി ഞാൻ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡ് എന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയൊരു താരത്തിന് അല്ലെങ്കിൽ മഹാനായ താരത്തിൻ്റെ അദ്ദേഹം നമുക്കറിയാം പല ഘട്ടത്തിലും വളരെ യാതൊരുവിധ ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരു താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ഇടപെടൽ നടത്താനാവും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ശോഭനമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു എന്ന് ഇന്ത്യ വളരെ ആധികാരികമായി തന്നെ മറ്റു ടീമുകൾക്ക് തങ്ങളുടെ അടുത്തെങ്ങും എത്താൻ പോലും സാധിക്കുന്നില്ല. ഓസ്ട്രേലിയയെ മോശക്കാരായി കാണുകയില്ല. വളരെ നല്ല രീതിയിൽ ക്രിക്കറ്റ് അക്കാദമികളും മറ്റും പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അക്കാദമി നമ്മൾ സ്റ്റീഫോയുടെ മകനൊക്കെ ഈ ടീമിലുണ്ട്. ഒപ്പം തന്നെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റിൻ്റെ മകനാണ് സദർലാൻഡ്. അത്തരം പേരെല്ലാം കളിക്കുന്നുണ്ട്. വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു ടീം തന്നെയാണ്. അവരെ പോലും അനായാസം തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ മികവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. ശ്രീ ദേവദാസ്, പന്തുകൾ മൂളിപ്പറന്ന ദക്ഷിണാഫ്രിക്കയിലെ പിച്ചിൽ ചേട്ടന്മാർ തോറ്റു പിന്മാറിയിടത്താണ് അതേ സമാന സാഹചര്യമുള്ള പേസിനെ അനുകൂലിക്കുന്ന പിച്ചിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിച്ച് ഈ ചരിത്ര നേട്ടത്തിലേക്ക് ഈ 19കാരായ കുട്ടികൾ ഓടിയെത്തിയത്. ആർക്കെങ്കിലുമൊക്കെയുള്ള മുന്നറിയിപ്പാണോ ഈ പ്രകടനങ്ങൾ? അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾക്ക് പറയാൻ ഏറെ ഉണ്ടാകുമെന്നറിയാം. മനോ, ഇത് ഒരു പ്രോസസ്സിൻ്റെ ഭാഗം. എന്താ പറയുക, 2002 കെയ്ഫ്, യുവരാജ് സിംഗ്, ഹർഭജൻ സിംഗ് അവരെല്ലാം പ്രോസസ്സ് കഴിഞ്ഞ് മറ്റേ വിരാട് കോഹ്ലി 2008 അണ്ടർ-19, ഉന്മുഖ് ചന്ദ്, വാഷിംഗ്ടൺ സുന്ദർ, ബാബ അബരജിത്ത്, 2014 സർഫറാസ് ഖാൻ എല്ലാം ഒരു പ്രോസസ്സിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ഏറ്റവും നല്ല ഫ്ലവറിങ് ഇതിലാണ്. അത് ഒന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്താ പറയുക, ഏത് കളിക്കാരനും ഏത് സ്ലോട്ടിലും രണ്ടാളുള്ള ഒരു ടീമായിട്ട് ഇന്ത്യ പോയത് ഈ അണ്ടർ-19 ഹോട്ട് ഫേവറേറ്റ് ആയിട്ട് പോയത്. പക്ഷെ ഒന്ന് മനു എന്താ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഈ വേൾഡ് കപ്പ് നേടുമ്പോൾ ഗ്ലോറിഫൈ ചെയ്യുന്നവരെ തന്നെ ഒരു 1.5 മാസം മുമ്പേ ഏഷ്യ കപ്പ് നടന്നിനു. അത് ക്വാർട്ടർ ഫൈനലിൽ ഇതേ ടീം പുറത്തായി. അന്ന് പൃഥ്വി ഷാ ക്യാപ്റ്റനല്ല. അപ്പോൾ ഡ്രാവിഡോട് കീനായിട്ട് നോക്കുന്ന ആൾ ഒരു അധികം ഡ്രാവിഡിനെ വില്ലിഫൈ ചെയ്തില്ല ആരും. ഡ്രാവിഡോട് ചോദിച്ചു, അതെന്താ പൃഥ്വി ഷാനെ പുറത്താക്കിയിട്ട് വേറെ ക്യാപ്റ്റനെ വെച്ചിട്ടല്ലേ ക്വാർട്ടർ ഫൈനൽ അഫ്ഗാനിസ്ഥാനെ ചാമ്പ്യനായി ഏഷ്യ കപ്പിൽ. അപ്പം ഡ്രാവിഡ് പറഞ്ഞു, പൃഥ്വി ഷാ ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പിൽ വരുമ്പോഴേക്ക് ബോംബെ ടീമിലാണ് അവന് ടീമിൽ ചാൻസ് കൊടുത്തത്. അപ്പം ഈ അണ്ടർ-19 കളിച്ച് പോണ്ടേയല്ല. പൃഥ്വി ഷാ വേറൊരു ലെവലിൽ കളിക്കുന്ന താരമാണ്. ആ കളി 9 മാച്ചിൽ 5 സെഞ്ചുറി നേടി പൃഥ്വി ഷാനെ എക്സ്പീരിയൻസോടെയാണ് പൃഥ്വി ഷാ വേൾഡ് കപ്പിന് ക്യാപ്റ്റൻസിയിലേക്ക് വന്നത്. അത് സുദേശ് പറഞ്ഞതിലോ ബോംബെൻ്റെ ആണ് പൃഥ്വി ഷാ ക്യാപ്റ്റൻസി വന്ന് വേൾഡ് കപ്പ് നേടാൻ വേണ്ടി ഡ്രാവിഡിൻ്റെ മുഴുവൻ പ്ലാനും, ഡ്രാവിഡ് ഒരു ഹെഡ് മാസ്റ്റർ ലെവലിൽ, ഡ്രാവിഡും പെരാസ് മെമ്പറെ എന്നെല്ലാം പറയുന്ന ടീമും സപ്പോർട്ട് സ്റ്റാഫും ഇതിനു വേണ്ടി ഒരുക്കി അതിൻ്റെ ബ്രില്യൻസ് ആണ് ഇവിടെ ഫ്ലവർ ചെയ്തത് നമ്മൾ കണ്ടത്. അത് അടുത്ത കാലത്തൊന്നും ഒരു അണ്ടർ-19 ടീം നമ്മളെ ഒരു വേറെ ലെവലിൽ, അതിപ്പോൾ മനു പറഞ്ഞ പോലെ നാഗർകോട്ടി 145 അല്ല 149 ഒരു പന്ത് ചെയ്തതിന്. പിന്നെ ബ്രില്യൻ ജോണ്ടി റോഡ്സ് ലൈക്ക് ഫീൽഡറാണ് നാഗർകോട്ടി. ഫാസ്റ്റ് ബോളർ ശിവൻ മാവി ഫീൽഡർ, ശുഭ്നം ഗൾ. പൃഥ്വി ഷാ ആണ് ഇവിടുത്തെ മാർക്കി താരമായിട്ട് ഈ വേൾഡ് കപ്പിൽ പോയതെങ്കിലും ശുഭ്നം ഗള്ളിൻ്റെ ഫീറ്റ് മൂവ്മെന്റ്സ് ആണ് എല്ലാവരും വേൾഡിൽ വാച്ച് ചെയ്തത്. പൃഥ്വി ഷാക്ക് ടെക്നിക്കലി കുറച്ച് ഫ്ലോസ് ഉള്ളത് ഈ സ്വിങ്ങിങ് കണ്ടീഷൻസിൽ തിരിഞ്ഞു. പിന്നെ ഈ സ്വിങ്ങിങ് ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് പിച്ചിൽ ബോളായി നിന്ന ഡ്രാവിഡിൻ്റെ മുഴുവൻ
മുഴുവൻ എക്സ്പീരിയൻസും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ സ്റ്റെപ്പ് ഏറ്റവും വലിയ സ്റ്റെപ്പാണ് അത് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇന്ത്യൻ ടീമിലേക്ക് നേരെയൊന്നും വരാൻ പറ്റൂലെങ്കിലും ഇവർ ഭാവിയുടെ താരങ്ങൾ 2 കൊല്ലം കൊണ്ട് ആവുമെന്ന് കാണിച്ചു തന്നെയാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റീച്ചിങ് ദ പീക്ക്. ചൈനീസ് പ്രോവർബ് പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് കരിഞ്ഞു പോറ് എന്താ പറയുക, ഇപ്പം നേരെ പിടിച്ചിട്ട് മറ്റേ IPL ടീമിൽ ഇട്ടിട്ട് വെറും ഇപ്പം ബാബ അപരിചിത് വെറും ഒരു IPL പ്ലെയറായി, സർഫറാസ് ഖാൻ വെറും ഒരു IPL പ്ലെയറായി, ഉന്മുഖ് ചന്ദ് കോഹ്ലി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ വെറും ഒരു IPL പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുന്നു, ഫസ്റ്റ് ക്ലാസ് പ്ലെയർ ആയിട്ട്. സഞ്ജു സാംസൺ ഇനിയും ഇന്ത്യൻ ടീമിലേക്ക് കയറിയില്ല, അത് ചാൻസ് കൊടുക്കാത്ത വേറെ കാര്യം. അപ്പം ഇവരെല്ലാം ഗൈഡ് ചെയ്യാൻ ഡ്രാവിഡ് ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഈ ശാസ്ത്രീൻ്റെ ഇത് കഴിയുമ്പോൾ ഡ്രാവിഡ് കോച്ചായിട്ട് വരുമ്പോൾ ഈ താരങ്ങൾ സഞ്ജു സാംസണും ഈ താരങ്ങളും വരുമ്പോൾ ഇന്ത്യൻ ടീം ഒരു വേൾഡ് ബീറ്റേഴ്സായി മാറാനുള്ള സാധ്യതയാണ് ഈ അണ്ടർ-19 ടീം ഇത് കാണിച്ചത്. പിന്നെ ഒന്നും കൂടി ഞാനൊന്ന് പറയാം, ഓസ്ട്രേലിയക്കല്ല സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ട്, അവിടുന്ന് വമ്പൻ ട്രെയിനിങ്ങും സയൻറ്റിഫിക് ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഞങ്ങളെ NCA എല്ലാം പണ്ടേ പൂട്ടിപ്പോയി, ഇപ്പോൾ വെറും ജിമ്മല്ലേ ഉള്ളൂ. ഈ പ്ലേയേഴ്സിനെ NCA മാറ്റിക്കൊണ്ടുവന്ന് ഈ പ്ലേയേഴ്സിൻ്റെ ഫ്ലോസ് എല്ലാം റെക്ടിഫൈ ചെയ്ത് ഇവരെ ഒരു 2 കൊല്ലം കൊണ്ട് സമ്പൂർണ്ണ ഫാസ്റ്റ് ബോളേഴ്സ് ആക്കണം. അതിൽ നാഗർകോട്ടിയും മാവിക്കും KKR കൊടുത്തുകൊണ്ട് അവിടെ മിച്ചൽ ജോൺസണും സൂപ്പർ കലീസും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് ആ കോച്ചിങ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ ഈ ഡ്രാവിഡിൻ്റെ ഒരു തണൽമരം, അതാണ് സഞ്ജു സാംസണ് കിട്ടിയത്. അതാണ് സഞ്ജു സാംസൺ, ഡ്രാവിഡ് ഇല്ലാത്ത സഞ്ജു സാംസൺ ഒന്നുമല്ല, കേരള ടീമിൽ പോലും ഒരു പുറത്താക്കാൻ കളിച്ചു. പക്ഷേ ഡ്രാവിഡ് ഉള്ള സഞ്ജു സാംസൺ ഡെയർ ഡെവിൾസിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കണ്ടിട്ടില്ലേ ഋഷഭ് പന്തായിട്ട്, അവർ ഡൈനാമിക് ഡുവാണ്. ആ സഞ്ജു സാംസണെ എല്ലാം ഡ്രാവിഡിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു BCCI എന്നാണ് നോക്കേണ്ടത്. കേസിലായെങ്കിലും COA ഇപ്പം BCCI ആണ് പ്രഖ്യാപിച്ച, BCCIക്ക് പ്രഖ്യാപിക്കേണ്ട റൈറ്റ് ഇല്ല 30 ലക്ഷം. എന്താ പറയുക, വിനോദ് റായിയോ ജോറിയോ പറയേണ്ടത്, അത് വേറെ കാര്യം. പക്ഷേ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ഇഷാൻ പോറൽ സ്വിംഗ് ബോളർ, മാവി ആ 142-ൽ സ്വിങ് ചെയ്യുന്നു, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എങ്ങനെ പിന്നെ എങ്ങനെ ചേസ് ചെയ്യുമ്പം യാതൊരു കൂളായിട്ട് എല്ലാ വരുന്ന ബാറ്റ്സ്മാൻമാരെല്ലാം കൂളായിട്ട്, ഒരു ബാറ്റ്സ്മാൻ പോയ ഒരു ബാറ്റ്സ്മാൻ ഇന്നലെ വരെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ മനോജിത് കലേറിയും ഈ പൃഥ്വി ഷായും കൊടുത്ത സ്റ്റാർട്ട് കഴിഞ്ഞ് ശുഭ്നം ഗിൽ അടിച്ച് വരുന്നത്. ഇന്ന് അത് 2 പേര് ശുഭ്നം ഗില്ലും പൃഥ്വി ഷായും നേരത്തെ പുറത്തായെങ്കിലും മനോജിത്ത് ആ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റൈലിഷ് ആയിട്ട് തുടങ്ങുകയും ചെയ്തു. ദേശായി എന്ന് പറയുന്ന കീപ്പർ അത് ഫോളോ ചെയ്തു. ഓൾറൗണ്ടേഴ്സ് അങ്കുൾ റോയ്, അഭിഷേക് ശർമ്മ. അതിലൊന്ന് പറയേണ്ടത് ശുഭ്നം ഗില്ലും ഇങ്ങനെയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. അത് കറക്റ്റ് സ്റ്റെപ്പ് എടുത്ത പഞ്ചാബ് സ്റ്റേറ്റ് അസോസിയേഷനാണ്. അണ്ടർ-19 ശുഭ്നം ഗില്ലിനെയും അഭിഷേക് ശർമ്മയും പഞ്ചാബ് 1ാം ഡിവിഷൻ 1 ഡേ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ടീമിൽ യുവരാജിനും ഹർഭജൻ ടീമിന്റെ ഒപ്പം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ ടീമും ഇവരെ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടെങ്കിലും. ശരിയാണ്, തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം, നമുക്ക് വരാം, അതിലേക്ക് വിശദമായി തന്നെ എത്താം. ശ്രീ KL മോഹനവർമ്മ, നമ്മൾ ഈ പറഞ്ഞതുപോലെ രാഹുൽ ദ്രാവിഡ് എന്ന സൗമ്യമായ സാന്നിധ്യത്തെ, അതേസമയം തന്നെ ദൃഢമായ സാന്നിധ്യത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനെതിരായ മത്സരം കഴിഞ്ഞപ്പോൾ ഒരു ആരാധകന്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു, വൻമതിൽ ഇടിഞ്ഞു വീണ് പാകിസ്ഥാൻ താരങ്ങൾ മരണപ്പെട്ടുവെന്ന്. ആരാണെന്ന് നമുക്കറിയാം വൻമതിൽ എന്താണെങ്കിലും. ഒപ്പം തന്നെ ഈ മത്സരത്തിനിടയ്ക്ക് അദ്ദേഹം തന്റെ താരങ്ങളോട് പറഞ്ഞത് IPL ലേലം ഒരു വഴിക്ക് നടക്കും, നിങ്ങൾ അതിൽ ശ്രദ്ധിക്കാൻ പോകണ്ട, കാരണം ലോകകപ്പ് എപ്പോഴും കളിക്കാൻ കഴിയില്ല, IPL വരും വർഷങ്ങളിലും വരുമെന്നാണ്. അത്തരത്തിൽ ഒരു പരിശീലകൻ എന്ന ഹെഡ് മാസ്റ്ററിനെ പോലെ നിൽക്കാതെ ആ കളിക്കാരന്റെ ഒപ്പം നിന്നുകൊണ്ട് അവന്റെ കഴിവുകളെ തേച്ചുമിനുക്കി അല്ലെങ്കിൽ അവന്റെ ശക്തി ദൗർബല്യങ്ങൾ കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സഹോദര തുല്യനായ ഒരു സ്ഥാനമാണ് ദ്രാവിഡ് അവിടെ നേടിയെടുത്തത്. ആ പരിശീലന മികവിനെ നമ്മൾ എങ്ങനെ കണക്കിലെടുക്കണം? അത് ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി, അത് തന്നെ താൻ ഉണ്ടാക്കി അവന് ഉണ്ടായിരുന്ന സിദ്ധിയെ വലുതാക്കി കൊണ്ടുവരുന്നതാണ്. ഇതാണ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഒരു മിനിറ്റ്. അതായത് ഈ 19 വയസ്സുകാരായ ഒന്നാന്തരമായിട്ട് കളിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധിച്ചാൽ ക്രിക്കറ്റിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണ്? കണ്ണും റിസ്റ്റും തമ്മിലുള്ള കോമ്പിനേഷൻ. ഒപ്പം തന്നെ നമ്മുടെ ഫുട് വർക്ക്, ഈ 3 കാര്യങ്ങൾ, കണ്ണ്, റിസ്റ്റ്, ഫുട്ട്, ഇതിൻ്റെ കണക്ഷൻ ഓരോ സമയത്തും പ്രായത്തിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ പ്രായത്തിൻ്റെ അനുസരിച്ച് 19 വയസ്സിലുള്ള എക്സലൻസ് അതിൽ നിന്ന് മാറി 21 വയസ്സാകുമ്പോൾ മാറിയെന്നിരിക്കാം.
അതേസമയം ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പം പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ മഴയുള്ളിടത്ത്, തണുപ്പുള്ളിടത്ത്, ചൂടുള്ളിടത്ത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ പിച്ചുകളിൽ ഒക്കെ ഇതിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഇക്വേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളതിന് ഒറിജിനാലിറ്റി വേണം. നല്ലൊരു ഉദാഹരണം കോഹ്ലിയുടെ കളി നോക്കിയുള്ളൂ. വിരാട് കോഹ്ലി 2008 ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ കളിയുടെ മാറ്റം, അദ്ദേഹത്തിൻ്റെ പ്രായം അനുസരിച്ച് അദ്ദേഹം ഈ തമ്മിലുള്ള കോമ്പിനേഷനെ, കണ്ണും റിസ്റ്റും ഫുട്വർക്കും തമ്മിലുള്ള കോമ്പിനേഷനെ മാറ്റുകയും അതേസമയം തൻ്റെ ബോഡിയുടെ ഹെൽത്ത് ഇതിനു വേണ്ടി വയ്ക്കുകയും ചെയ്തു. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ, അതായത് ഹെൽത്ത്, അതോടൊപ്പം തന്നെ ഈ 3 കാര്യങ്ങൾ നമ്മുടെ കളിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ശരിയാക്കി കഴിഞ്ഞാൽ പ്രായം കൂടുന്നതനുസരിച്ച് കളി ഒന്നുകിൽ നന്നാവും അല്ലെങ്കിൽ മോശമാവും. പലരും ഈ അണ്ടർ 19 വളരെ മുകളിൽ വന്നിട്ട് പെട്ടെന്ന് അസ്തമിച്ചു പോയവരുണ്ട്. എന്താ കാരണം വെച്ചാൽ കുറച്ച് പ്രായം മാറിയപ്പോൾ ഈ ഇക്വേഷനിൽ പുതിയ ആംഗിൾ കാണാൻ പറ്റിയില്ല. ഇത് വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ കളിക്കാർക്ക് എല്ലാവർക്കും ഈ കഴിവുകളുണ്ട്. ഇന്ന് 19 വയസ്സിൽ അവർ കാട്ടിയ കഴിവ് ഒരു 1, 2, 5 കൊല്ലം കഴിയുമ്പോഴേ അവർ കാട്ടുകയാണെങ്കിൽ അവർ നിലനിൽക്കും. അതിനെന്ത് പറഞ്ഞു, ഓർഡിനറി വേയിൽ നിന്നുള്ള മാറ്റിയ രീതികളിലൂടെ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്നതിനെ അലവ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് വേണം. അവിടെയാണ് ദ്രാവിഡിനെ നമ്മൾ പ്രകീർത്തിക്കേണ്ടത്. ദ്രാവിഡിനെ പോലൊരാൾ അതിനെ കൂടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, കുട്ടികൾക്ക് വരാവുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, കളിയിൽ വരുത്താവുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, ഒരു വളരെ ശക്തമായ ഒരു രീതി മാത്രം വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ ക്രിക്കറ്റ് വലുതാവും. അങ്ങനെ ആയാൽ മാത്രമേ ഈ കുട്ടികൾ വലിയ ലോക ചാമ്പ്യന്മാരെ വരാനൊക്കെയുള്ളൂ. അതിനുള്ള സാഹചര്യം ഇന്ന് നമുക്കുണ്ട്. അനവധി കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അത് ഒരു കാര്യം ശ്രദ്ധിച്ചുള്ളൂ, ഒരൊറ്റയാൾ പോലും നമ്മൾ ഈ എന്നും പത്രങ്ങളിലും മീഡിയയിലും ഒക്കെ കാണുന്ന ജാതിമത വ്യത്യാസമോ ഭാഷാ വ്യത്യാസമോ ഒന്നും ഇവിടെ വരില്ല. എല്ലാവരും ഇന്ത്യക്കാർ ഒരേ തരത്തിൽ ഇത്രയും ഐക്യത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആലോചിച്ച് നോക്കൂ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ അവരെ മുമ്പിലോട്ട് കൊണ്ടുപോകാനുള്ള ലീഡർഷിപ്പ് ദ്രാവിഡ് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് വി ഹാവ് ഗോട്ട് എ ലീഡർ ലൈക്ക് ദ്രാവിഡ് ആൾസോ. താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ തങ്ങളിക്കണം ശ്രീകുമാരൻ നായർ. ഒരുപക്ഷെ ഇവിടെ സാഹചര്യങ്ങളെ ഒന്നും ആരും പഴി പറഞ്ഞു കേട്ടില്ല. കാരണം അവർ പോയ സാഹചര്യത്തിന് അനുയോജ്യമായി അവർ കളിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ടെസ്റ്റ് പരമ്പര കളിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് പേസിന് അനുകൂലിക്കുന്ന പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് പറ്റിയത്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല. ഏകദേശം ന്യൂസിലൻഡിലും ഒക്കെ ഈ പേസ് അനുകൂലമായ പിച്ചുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. അവിടെ ഈ സാഹചര്യത്തിന് അനുകൂലമായി കളിക്കാൻ കഴിഞ്ഞു. അതായത് ഈ ബേസിൽ കിട്ടുന്ന പരിശീലനം അതുതന്നെയാണോ അവർക്ക് അവിടെ ഗുണകരമായി മാറിയതും ഈ കിരീടത്തിലേക്ക് എത്താൻ സാധിച്ചതും? മനു, ഇവിടെയാണ് ഒരു മെൻറ്ററും ഒരു ഹെഡ് കോച്ചും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം നടന്നത്. ഇപ്പോൾ ന്യൂസിലാൻഡിലെ വിക്കറ്റുകളെല്ലാം നമുക്കറിയാം. ഒന്നാമത് ഇപ്പോൾ വളരെ തണുപ്പ് കൂടിയ സമയമാണ് 1. 2, ഇന്ന് പോലും മഴ പെയ്തു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ എങ്ങനെയാണെന്ന് വിദേശത്തെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളാണ് രാഹുൽ ദ്രാവിഡ്. അതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. എല്ലാ വിദേശ രാജ്യത്തും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോച്ചായി വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മെൻറ്ററായി വരുമ്പോൾ ആ ടീമിന് പകർന്നു കൊടുക്കുന്ന അറിവ് അത് ചില്ലറയൊന്നുമല്ല. അതാണ് ഇവിടെ ക്രൈസ്റ്റ് ചർച്ചിൽ പൊതുവെ ഇന്ത്യൻ ടീമിനെ, ഇപ്പോൾ മനു പറഞ്ഞതുപോലെ തന്നെ സീനിയർ ടീം ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്ത് കളി മറക്കുന്നു എന്ന് നമ്മൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചില കളിക്കാരെ ഒഴിച്ച്. ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലിയെ നമ്മൾ മാറ്റി നിർത്താം, രഹാനയെ മാറ്റി നിർത്താം, അങ്ങനെയുള്ള കുറേ താരങ്ങളുണ്ട്. ആ താരങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം നാട്ടിലാണ് രാജാക്കന്മാർ, വെളിയിൽ പോയാൽ മോശം പ്രകടനമാണെന്ന് ധരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ടീമിനെ നോക്കൂ, ഇവിടെയാണ് ശരിക്കും ക്രൈസ്റ്റ് ചർച്ച് ഉൾപ്പെടെയുള്ള സകല ന്യൂസിലാൻഡ് വിക്കറ്റുകളിലും തങ്ങളുടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതാണ്. സ്വദേശി നേരത്തെ പറഞ്ഞു, ആദ്യത്തെ കളി ജയിച്ചത് നമ്മൾ 100 റൺസിനാണ്. ഓസ്ട്രേലിയ തന്നെയായിരുന്നു. ഓസ്ട്രേലിയയുടെ ആദ്യ വിജയം തന്നെ 100 റൺസിനായിരുന്നു. തൊട്ടടുത്ത 2 മത്സരങ്ങൾ, അതും സ്വദേശ് സൂചിപ്പിച്ചു, 10 വിക്കറ്റിനാണ്. മറ്റൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരല്ലാതെ മറ്റൊരാൾക്ക് ചാൻസ് പോലും കിട്ടുന്നില്ല. അതിനുശേഷം 131 റൺസിന് ബംഗ്ലാദേശിനെ നമ്മൾ തോൽപ്പിക്കുന്നു. ശക്തരായ പാകിസ്ഥാൻ ശരിക്കും ട്വീറ്റും ഇതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അണ്ടർ 19 കൃത്യമാക്കിയെന്ന്. 19 മുകളിൽ ഒരാൾ റൺ നേടിയിട്ടില്ല. 18 അവരുടെ ടോപ്പ്. അതെ, അങ്ങനെ പോലും കണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ ശക്തരായ പാകിസ്ഥാൻ,
ഒരുപക്ഷെ പാകിസ്ഥാൻ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് കളിക്കുമ്പോൾ അത് ശരിക്കും വളരെ യുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദ്രാവിഡ് ഏറ്റവും നല്ലൊരു അവിടെ ശ്രീ ശ്രീകുമാരൻ നായർ, ഈ ദ്രാവിഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നേടാൻ കഴിയാതെ പോയ ലോക കിരീടം എൻ്റെ കുട്ടികളോട് നേടാൻ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, അവർ നന്നായി കളിക്കട്ടെ, അതാണ് അവർക്ക് വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 14 മാസത്തെ എൻ്റെ പ്രയത്നം ഇന്ന് സഫലമായി എന്ന ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു. അത് അവിടെ പറഞ്ഞതിനോട് തന്നെയാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. തൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഇതുവരെയുള്ള എല്ലാ കളിയും മറക്കണം, ഇന്നത്തെ കളി പ്രധാന കളിയാണ്, ആ നിമിഷം എന്ത് സംഭവിക്കും, അതെ, അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക, കളി ജയിക്കുക. പാകിസ്ഥാനാണോ സിംബാബ്വെയാണോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് ടീമാണെന്ന് നോക്കരുത്, നമുക്ക് വേണ്ടത് വേൾഡ് കപ്പ്, നമ്മൾ ഈ കളി ജയിക്കണം എന്ന് മാത്രം. അതിൽ കൃത്യത പുലർത്തി ഈ പൃഥ്വി ഷായും സംഘവും കളിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാം, ഭാവി ഇന്ത്യക്ക് സുനിശ്ചിതമാണ്. ഈ കുട്ടികളുടെ കയ്യിൽ ദൃഢമാണ്. ഇന്ത്യ നടത്തിയ നിക്ഷേപങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ബജറ്റിന്റെ ഒക്കെ സമയമാണല്ലോ. നമുക്ക് വളരെ വേഗം തിരികെ എത്താം. ചെറിയൊരു ഇടവേളയിലേക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അതിഥികളിലേക്കും ചർച്ചയിലേക്കും തീർച്ചയായും ചർച്ച തുടരുന്നു. സുധേഷ്, ഒരുപക്ഷെ കുറെ റീപ്ലേസ്മെന്റുകൾക്ക് കൂടി വേണമെങ്കിൽ ഈ പുറകെ വരുന്ന ഇവർ വഴിവെക്കാം. കാരണം ഇതിന് ഒരുപാട് പേർക്ക് പകരക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഇപ്പോൾ പ്രായമേറി എന്ന് നമ്മൾ പറയുന്ന പല താരങ്ങൾക്കും ഇവിടുന്ന് പകരം വെക്കാം. കാരണം ഇപ്പോൾ തന്നെ ഗില്ലിനെയൊക്കെ വലങ്കയ്യൻ യുവരാജ് സിംഗ് എന്നൊക്കെയാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ക്യാപ്റ്റൻ പൃഥ്വി ഷാ ഉണ്ട്. അങ്ങനെ മികച്ച രീതിയിൽ തന്നെ അവർ വരുമ്പോൾ ഭാവി നമ്മൾ എങ്ങനെയാണ് ഇവരിൽ കാണേണ്ടത്? ഒരു പക്ഷേ നാളെ പലരും മാറി, ഈ ധോണിയൊക്കെ മാറി, നമ്മുടെ അല്ലെങ്കിൽ സീനിയർ താരങ്ങൾ പ്രായമായവരൊക്കെ മാറി, അതിന് പകരം ഇവർ ഒരു അടുത്ത സമയത്ത് ഇടം പിടിക്കും എന്ന് കരുതാൻ കഴിയുമോ? അങ്ങനെ ഒരു കൺസിസ്റ്റൻസി അവരുടെ പ്രകടനത്തിൽ കാണാൻ കഴിയുമോ? ഇതിൽ ഒരുപാട് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൃഥ്വി ഷായെ പോലൊരു താരം അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി നേടി, ദിലീപ് രഞ്ജി ട്രോഫിയിൽ തന്നെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിക്കുന്നു, രണ്ടാമത് ദിലീപ് ട്രോഫിയിൽ. ഇതിനു മുമ്പ് സച്ചിന് മാത്രം സാധ്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സച്ചിനെ പോലൊരു പിൻഗാമിയായി പെട്ടെന്ന് ടീമിൽ ഇടം കിട്ടേണ്ട ഒരു താരമാണ്. അതുപോലെ തന്നെ മറ്റേ മനോജ് കൽറയെ പോലുള്ള താരങ്ങൾ എല്ലാവരും സാധ്യതയുള്ളവർ, പലരും നമ്മൾ നാഗർകോട്ടിയെ പോലുള്ള താരങ്ങളും കളിച്ചു കഴിഞ്ഞു. ഇഷാൻ ബംഗാളിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ആ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. IPL ലേലത്തിൽ പോലും പല താരങ്ങളെയും എടുത്തു കഴിഞ്ഞു, മികച്ച ടീമുകൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്നാൽ അതിൽ പ്രധാനം, ഇവിടെ ദേവദാസ് നേരത്തെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനമാണ്. നിരവധി താരങ്ങൾ, ഉന്മുഖ് ചന്ദിനെ പോലുള്ള, മറ്റ് സർഫറാസിനെ പോലുള്ള ഈ താരങ്ങൾ ഇപ്പോൾ എവിടെ പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മോനോർമ സാർ പറഞ്ഞതുപോലെ ആ ഘടകവും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നു. അതെല്ലാം ഒരു ഘടകം. പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രതിഭയുള്ള താരങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ രീതിയിൽ അവസരങ്ങൾ കൊടുക്കുകയും അവർക്ക് നല്ല പരിശീലന സൗകര്യങ്ങളും കൂടുതൽ മികവ് ഉയർത്താനുള്ള സൗകര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എളുപ്പം കടന്നു വരാൻ സാധ്യതയുള്ള താരങ്ങൾ തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, പല താരങ്ങൾക്കും ഒഴിവ് ഉണ്ടെങ്കിൽ പോലും അവിടെ അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യം. അപ്പോൾ BCCI പോലും മാറ്റാൻ തീരുമാനിച്ച് എന്താണ് നടക്കുന്നത്? സുപ്രീം കോടതി വരെ ഇടപെട്ടു, ഗൗരവമുള്ള പല വിധികളും പ്രസ്താവിച്ചിട്ടും എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും അത്ര പെട്ടെന്ന്, ഇപ്പോൾ ടീമിൽ സ്ഥിരമായിരിക്കുന്നു, ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ടീമിലും തെരഞ്ഞെടുപ്പിലും മറ്റു കാര്യങ്ങളും, കളിക്കാരെ നിശ്ചയിക്കുന്നതിലും ആദ്യ 11 നിശ്ചയിക്കുന്നതിലും എല്ലാ തരത്തിലും നമുക്കറിയാം പല രീതിയിലുള്ള ലോബികളും പ്രവർത്തിക്കുന്നുണ്ട്. ടീമിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും അത്ര എളുപ്പം ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരാനാവുമെന്നുള്ള വ്യാമോഹമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. പലരും ഒഴിഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലെ ഇന്ത്യൻ ടീമിലുള്ളത്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലും മറ്റും പോയി ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് അമ്പേ പരാജയപ്പെട്ട ടീം അതെല്ലാം മറന്നു. നമ്മളൊരു ഏകദിന മത്സരം ജയിക്കുമ്പോഴേക്കും അതെല്ലാം മറക്കുന്ന അവസ്ഥ കാണുന്നു. ഒരു മാറ്റവും വരുത്തുന്നില്ല. 1-2 ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തുന്നു. വലിയ മാറ്റങ്ങൾക്ക് ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ള അവസ്ഥ നമ്മൾ കാണുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കണം. ഇവർക്ക് അവസരം കിട്ടുമെന്ന് ഭാഗ്യമുണ്ടെങ്കിൽ, ഭാഗ്യം സഹായിച്ച് നല്ല രീതിയിൽ നല്ല ഫോമിൽ പ്രകടനം തുടരാൻ സാധിക്കുകയും ഒപ്പം തന്നെ ഭാഗ്യവും ഉണ്ടെങ്കിൽ അവസരം കിട്ടും എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ. ഇവരെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അത്ര മോശമാണെന്ന് പറയില്ല. ലോകത്ത് തന്നെ നമ്മൾ കണ്ട ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. ആ ടീമിൽ കയറിക്കൂടുക എന്നുള്ള എളുപ്പമല്ല. എങ്കിൽ പോലും അതിന് അപ്പുറമുള്ള ചില ഘടകങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങൾ. അവസരം നഷ്ടപ്പെട്ടു പോയ താരങ്ങൾ, ഒന്നുമല്ലാതായ താരങ്ങൾ എല്ലാം നമ്മുടെ മുന്നിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവരാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പോംവഴിയൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും അതത്ര എളുപ്പമല്ല ഇവർക്ക് ആ ടീം കടന്നത്. ശ്രീ KL മോഹൻ വർമ്മ, ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ ഏഷ്യ കപ്പിൽ തോറ്റപ്പോൾ നമ്മൾ ഇതേ ടീമിനെ കുറ്റപ്പെടുത്തിയതാണ്. ഇപ്പോൾ ലോകകപ്പിൽ ജയിച്ചപ്പോൾ നമ്മൾ അവരെ ആഘോഷിക്കുന്നു.
അതാണ് നമ്മുടെ ഒരു സ്ഥിരം ശൈലി. തോറ്റു കഴിയുമ്പോൾ കല്ലെറിയുക, ജയിച്ചു കഴിയുമ്പോൾ ആഘോഷമാക്കുക. ഈ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ഈ ടീമിന്റെ പ്രകടനത്തെയൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുക? അതൊരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ കാണേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു ആരാധക സംഘം നാട്ടിലുണ്ട് എന്നത് അതങ്ങനെയല്ലേ? അത് സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ സ്വാഭാവികമാണ്. ജയിച്ചവരെ നമ്മൾ ബഹുമാനിക്കും, അവരെ ആഹ്ലാദിക്കും. അവരൊപ്പം തോറ്റു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിലെന്താ തെറ്റെന്താ? അതിലൊരു തെറ്റുമില്ല. അതിനെ ഉൾക്കൊള്ളുന്നവരാണ് ശരിക്കുള്ള സ്പോർട്സ്മാൻ. ക്രിക്കറ്റ് ഇറ്റ് ഈസ് എ ജസ്റ്റ് ഗ്ലോറിയസ് അൺസർട്ടനിറ്റി ഓഫ് ലൈഫ്. എത്ര മനോഹരമായ അൺസർട്ടനിറ്റിയിലാണ് ഇവർ കളിക്കുന്നത്, ഓർത്തോണം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ പറഞ്ഞ ഫൈനൽ സെലക്ഷൻ്റെ കാര്യം, ഇപ്പോൾ ഇവർക്ക് വരാനൊക്കെ ഇല്ല. ഇന്ന് പണ്ടത്തെ നിന്ന് മാറിയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ഉണ്ട്, വൺ ഡേ ഉണ്ട്, 2020 ഉണ്ട്. ഇതിലെല്ലാത്തിനും അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും ഒരു 20 കളിക്കാർ വീതം ഈ ലെവലിൽ വരാവുന്ന ഓരോ ഗ്രൂപ്പിലും എടുക്കാവുന്ന ഒരു 10-60 കളിക്കാർക്ക് ഇന്ത്യൻ ലെവലിൽ തന്നെ എവിടെയെങ്കിലും കളിക്കാനുള്ള സാഹചര്യം അടുത്ത ഒരു 2-3 കൊല്ലത്തിന് ഉണ്ടാകാം. അതിൽ തീർച്ചയായിട്ടും ഇവർക്ക് എവിടെയെങ്കിലും കയറാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സ്ഥാപിത താല്പര്യങ്ങൾ അതിപ്പോൾ എവിടെയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇല്ലേ, വീടുകളിലുണ്ട്, സമൂഹത്തിലുണ്ട്. അല്ല അത് ചുമ്മാ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും നോക്കില്ല. അത് മനുഷ്യൻ്റെ ഒരു ഭാവമാണ്, നമ്മുടെ അഭിപ്രായത്തിൻ്റെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നല്ല കളിക്കാരെ ഒന്നാന്തരമായിട്ട് പെർഫോമൻസ് ചെയ്താൽ അവരെ അങ്ങനെയൊന്നും മാറ്റാൻ ഒക്കില്ല. അവർ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ദേ ഹാവ് ടു ബി അക്സെപ്റ്റഡ്. വരുന്ന ഈ കുട്ടികളെല്ലാം സാധാരണ വീടുകളിൽ നിന്ന് വന്നവരാണെന്ന് മനസ്സിലാക്കുക. പണ്ടത്തെ പോലെ വലിയ വലിയ കുടുംബങ്ങളിൽ നിന്നോ അല്ലെ രാജകീയ പദവിയുള്ളവരോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സിൻ്റെ ആൾക്കാരോ ഒന്നുമല്ല. സാധാരണ അവിടെ നിന്ന് വന്നാണ്. സ്വാഭാവികമായിട്ടും ചില മിസ്റ്റേക്കുകളൊക്കെ വന്നിരിക്കും, താല്പര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞ് ഈ സിസ്റ്റത്തിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ നോക്കില്ല. ഈ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് കളിക്കുന്നവർക്ക്, എനിക്ക് തീർച്ചയാണ് നന്നായിട്ട് കളിക്കുന്നവർക്ക് ഭാഗ്യം അവരുടെ കൂടെ തന്നെ വരും. അതാണ് ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ്, സമൂഹം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ക്രിക്കറ്റ് നിലനിൽക്കുന്നത്. ഒരു ഗെയിമാണ്, സ്പോർട്സ് ആൻഡ് സ്പിരിറ്റുള്ള ഒരു ഗെയിം. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ദേവസ്, ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ IPL-മായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഈ മത്സരം ലോകകപ്പ് ടൂർണമെന്റ് പുരോഗമിക്കുന്നതിനിടയിലായിരുന്നല്ലോ IPL-ന്റെ ലേലം നടന്നത്. അപ്പോൾ ദ്രാവിഡ് പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ സംസാരിക്കുകയും ചെയ്തു. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതാണ് ഉന്മുഖ് ചന്ദിനെ പോലുള്ളവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, സർഫറാസ് ഖാന്റെ ഒക്കെ അവസ്ഥ. ഈ പണം അധികമായിട്ട് കയ്യിലേക്ക് വരും, ശരിയാണ്, പണം വേണം. പക്ഷേ അത് അമിതമായിട്ട് കയ്യിലേക്ക് വരുമ്പോൾ എവിടെയെങ്കിലും ഈ മത്സരങ്ങൾ കൈവിട്ടു പോകുന്ന, അല്ലെങ്കിൽ പ്രതിഭ അത്തരത്തിൽ കളിക്കാനുള്ളൊരു അതൊക്കെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ കാണുന്നുണ്ടോ? മനു, എന്താ പറയുക, ഈ IPL-ന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലി ചന്തയിലെ പോലെ ലേലം വിളിച്ചാലും ഇത് ഇപ്പോൾ ഏറ്റവും നല്ല ടെസ്റ്റ് പ്ലെയറായ ചേതേശ്വർ പൂജാര ഒരു ലേലത്തിന് അപമാനിക്കപ്പെടുന്നില്ല ഇവിടെ. ആ കന്നുകാലി ചന്തയാണത്, അതൊന്നുമില്ല. ഈ പൈസ കൊടുക്കുക, പിന്നെ ക്ലബ്ബ്, കുടി, പെണ്ണ്, അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു സെറ്റപ്പിൽ ഒരു 19 വയസ്സുകാരൻ പോകുമ്പോൾ അവനായിട്ട് പാവങ്ങൾ ഇതെല്ലാം ഒന്നും ഇല്ലാത്തടുത്തുനിന്ന് വരുന്നത്. ശുഭ്നം ഗിൽ അല്ലെങ്കിൽ ഇത് മൊഹാലിയിലേക്കോ അവൻ്റെ അച്ഛനും ഏട്ടനും കൂടി മൊഹാലി ഗ്രൗണ്ടിൻ്റെ അടുത്ത് വാടക വീട് നിന്നിട്ടാണ് ഈ 6 കൊല്ലം നിന്നിട്ടാണ് അവൻ്റെ കളി പോഷിപ്പിച്ചത്. പണ്ട് അർമൻ ഇബ്രാഹിം എത്ര നല്ല, പൃഥ്വി ഷാനെക്കാട്ടും നല്ല കളിക്കാരനേനു. വാസിം ജാഫർ കസിനേനു, അനിയത്തിൻ്റെ മോൻ. പണ്ട് വാസിം ജാഫർ ഏട്ടൻ അച്ചാറ് വിറ്റിട്ടാണ് വാസിം ജാഫർ ക്രിക്കറ്റ് വളർത്തിയത്. വാസിം ജാഫർ ഏട്ടൻ യൂണിവേഴ്സിറ്റി നല്ല പ്ലെയർ ആയിരുന്നു, പക്ഷെ സാക്രിഫൈസ് ചെയ്തു വാസിം ജാഫറിന് വേണ്ടിയിട്ട്. അതേപോലെ പല അച്ഛന്മാരും, പൃഥ്വി ഷാ അല്ലെങ്കിൽ ശബ്നം ഗിൽ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ദ്രാവിഡിന്റെ അടുത്ത് എത്തുന്നത്. ഇവരെല്ലാം ഇപ്പം നല്ല സ്റ്റേറ്റ് അസോസിയേഷൻ നല്ല ടെക്നിക്സ് ആയിട്ട് വരുന്നതാണ്. അവർക്കൊരു ഗൈഡേ വേണ്ടു. പക്ഷെ ഇവരെ ഈ IPL എത്തുമ്പം ഇവർ ഈ കാണുന്ന ലോകം എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്ലേയേഴ്സ്, ഗെയില് മറ്റേതെല്ലാം വന്നിട്ട് കുടിച്ചുറ്റും ഇങ്ങനെ കളിക്കുക. അവരെ കൂടിയെല്ലാം ശീലിച്ചാൽ കാംബ്ലിനെ പോലെ വെയിലേഡായി പോവും. അപ്പൊ ഒരു ഗൈഡ് വേണം, അതിനൊരു സിസ്റ്റം വേണം. പക്ഷെ BCCI IPL എന്നെല്ലാം പറഞ്ഞാൽ ഈ ക്ലബ്ബ് പാർട്ടി സംസ്കാരം കൊണ്ടുവന്നാൽ എങ്ങനെയാണ്? അതിനെ ഗൈഡ് ചെയ്യാനുള്ള ആള്, ദ്രാവിഡിനെ പോലത്തെ ആളെ കീഴിലേ ഇവർ പോറൂ. ഇവരുടെ മെന്റർ വേണം, അല്ലെ ഇവരുടെ ദേശത്ത് നിന്ന് ഇവരെ ആക്കിയ കോച്ച് വേണം ഇവരുടെ സൈഡിൽ. അതൊന്നുമില്ല. ഇവർ നേരെ എത്തുന്നത് ഈ ഫിലിം സ്റ്റാർസിന്റെയും മറ്റേ ഈ കള്ളു മുതലാളിമാരുടെ IPL ഫ്രാഞ്ചൈസിന്റെ അടുക്ക. വാതുവെപ്പിന് പോലും സാധ്യതയുണ്ട്. ഈ ടീമിനെ, ഈ കളിക്കാരെ പ്രത്യേകം നോക്കിക്കൊള്ളാം. അജ്മാൻ ലീഗിൽ വാതുവെപ്പ് തുടങ്ങി. പാകിസ്ഥാൻ പല പ്ലേയേഴ്സും വാതുവെപ്പിൽ പെട്ടിരിക്കുന്നു. ഇപ്പം വാതുവെപ്പ് പൂർണ്ണമായി നിന്നിട്ടില്ല. അപ്പോൾ ഈ 19 പ്ലേയേഴ്സിനെ ആദ്യം നോക്കി വെപ്പുക വാതുവെപ്പുകാരാ. അവരെ ഏജൻസ് അവരെ ചാക്കിലിടുവോ, ഇവരെ കിട്ടാത്തവരെ ചാക്കിലിടുവോ എന്ന് നോക്കണം. അതും നല്ല ഗൈഡ് ലൈൻസ് വേണം. പക്ഷേ ഈ മോന്തായം വളഞ്ഞെടുത്ത് പല നമ്മളെ ശ്രീശാന്ത് ഇപ്പൊ തിങ്കളാഴ്ച കേസിൽ വരുന്നു മാത്രം പുറത്ത്, ബാക്കി എല്ലാവരും ഉള്ളിലേക്ക് വന്നിരിക്കുന്നു.
ഈ IPL ലെവലിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡേഞ്ചർ ഇവിടെ കാണുന്നുണ്ട്. ഇവരെ ഗൈഡ് ചെയ്തേ മതിയാവുള്ളൂ. അതിനൊരു ഇൻബിൽറ്റ് സിസ്റ്റം സെന്റർ ഓഫ് എക്സലൻസ് പോലെ BCCI തുടങ്ങി അതിൻ്റെ ഗൈഡ് രാഹുൽ ദ്രാവിഡിനെയോ കുംബ്ലെനെ പോലത്തെ ആളെ ഏൽപ്പിച്ചാൽ, അല്ലെ സൗരവ് ഗാംഗുലിനെ പോലത്തെ ആള് വന്നാൽ മാത്രം, ഇന്റഗ്രിറ്റി ഉള്ള ആള് വന്നാൽ മാത്രം, അല്ലെ സച്ചിൻ തെണ്ടുൽക്കറിൽ കണ്ണുകൂട്ടും, പല ഇതിനും കണ്ണുകൂട്ടിയിട്ട് നിൽക്കുന്ന ആൾ. അതൊന്നുമല്ല. ഈ ഗാംഗുലി, ദ്രാവിഡ്, കുംബ്ലെ, അതുകൊണ്ടാണ് കുംബ്ലെ കോച്ചിങ് എന്ന് പോയത്. ദ്രാവിഡ് എനിക്ക് സീനിയർ കോച്ചിന് നോമിനേഷൻ ചെയ്യാണ്ടെന്ന്, എനിക്ക് ജൂനിയറിനെ കോച്ച് ചെയ്ത ടീമിനെ മതി എന്ന് പറഞ്ഞ ഒരു സാക്രിഫൈസിങ് മെന്റാലിറ്റി കാണിച്ച ദ്രാവിഡ് തന്നെ ഇവരെ ഈ 2 കൊല്ലം ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ശുഭ്നം ഗില്ലും അല്ലെങ്കിൽ ഈ ബോംബെയിലുള്ള പൃഥ്വി ഷാനിയെ കാണുക. ഇതൊന്നും ഇല്ലാത്ത തെണ്ടുൽക്കർ മോൻ അർജുൻ തെണ്ടുൽക്കർ ചില സമയം ഇന്ത്യൻ ടീമിൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സച്ചിൻ ബേബി, എങ്ങനെ കാണുന്നു ഈ വലിയ കിരീട നേട്ടത്തെ? നമ്മൾ വളരെ സന്തോഷം. ആസ് എ ഇന്ത്യൻ നമ്മൾ ഇപ്പൊ ഒരു 4ാം തവണയാണ് അണ്ടർ-19 ടീം നമുക്ക് ഇന്ത്യക്ക് ഒരു വലിയൊരു നേട്ടം കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും രാഹുൽ സാറിന്റെ ആ ഒരു ഗൈഡൻസിലുള്ള ഒരു യങ് ടീം. ശരിക്കും ടീം നോക്കുന്നതാണെങ്കിൽ എല്ലാവരും ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് നന്നായിട്ട് കളിച്ചു. എസ്പെഷ്യലി ബാറ്റ്സ്മാൻമാർ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും നമ്മുടെ രാഹുൽ സാറിന്റെ ആ ഒരു ബാറ്റിംഗ് പോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാച്ചിലും അവർ പെർഫോം ചെയ്യാൻ പറ്റി. ഒരു ടീമിന്റെ പില്ലർ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻമാരാണ്. സോ എല്ലാ മാച്ചും അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ വലിയൊരു വിജയം നേടാനായത്. തീർച്ചയായിട്ടും ഈ ടീമിലേക്ക് നോക്കുമ്പോൾ താങ്കൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ചിലരൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയുമോ? ശുഭം ഗില്ലാണ് ശരിക്കും ഞാൻ ഏറ്റവും പ്രതീക്ഷ. നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു പ്ലെയർ ആണ്. സോ നമ്മള് നേരത്തെ ക്യാമ്പിലൊക്കെ ഉള്ളപ്പോഴും അത്രയും കൺസിസ്റ്റന്റ് ആയിരുന്നു. ഒരു ശരിക്കും 18 വയസ്സുണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു മെച്ചുവേർഡ് ഒരു ക്രിക്കറ്ററാണ്. നമുക്ക് കുറച്ചും കൂടെ ഹൈ ലെവലിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറും കൂടെയാണ് ശുഭം ഗിൽ. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ സച്ചിൻ ബേബി ഞങ്ങളോട് ഈ ഒരു അവസരത്തിൽ. താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാം സംസാരിച്ചതിന്. ശ്രീകുമാരൻ നായർ, ഒരുപക്ഷെ ഈ ഇന്ത്യൻ വിജയാഘോഷങ്ങൾക്കിടയിൽ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഈ ലോകകപ്പിൽ കുറിച്ച ചരിത്ര നേട്ടം. സെമി ഫൈനലിലെത്തിയാണ് അവർ മടങ്ങിയത്. ആദ്യ കളിയിൽ ആതിഥേയരായ ന്യൂസിലൻഡിനെ അട്ടിമറിച്ചുകൊണ്ട് അവർ ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ എന്താണെന്ന് നമ്മൾക്കറിയാമല്ലോ. അവർ എങ്ങനെ കളിക്കുന്നു, അവർ കളിക്കാൻ ഒരു മൈതാനം പോലും ഇല്ലാത്ത ഒരു സംഘം കുട്ടികൾ. അതിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. തീർച്ചയായും മനു, ഇത് പറയുമ്പോൾ ശരിക്കും അഫ്ഗാനിസ്ഥാൻ UAE-ലാണ് അവർ ശരിക്കും മിക്കവാറും പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ UAE-ൽ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് അഫ്ഗാനിസ്ഥാൻ ടീം താമസിക്കുന്നത്. അതുകൊണ്ട് വളരെ അടുത്ത അന്നവരെ ഇടപെടാൻ പറ്റി. ഇന്ന് അതിലെ താരങ്ങൾ IPL-ൽ മുന്തിയ ലേലത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കുള്ള വാല്യൂ, ക്രിക്കറ്റിൻ്റെ വാല്യൂ, ഞാൻ ഇപ്പോൾ ദേവദാസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കാം. ഈ കളിയേക്കാൾ കച്ചവടത്തിന് പ്രാധാന്യമുള്ളത് അതൊക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടെ. പക്ഷേ ഒരു പ്ലെയർ വാല്യൂ എത്രമാത്രം ഒരു ശരിക്കും അഫ്ഗാനിസ്ഥാനെ പോലെ രാജ്യം നമുക്കെല്ലാം അറിയാം. അവിടെ ശരിക്കും വിശപ്പ് മാറ്റാൻ സമയമില്ല, റോഡിൽ കൂടി നടക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ക്രിക്കറ്റ് കളി ഇത്ര നേട്ടത്തോടെ എത്തി എന്ന് പറയുമ്പോൾ ശരിക്കും ആ പ്ലെയേഴ്സിന് ഈ ലോകകപ്പ് നേടിയതിന് ഒപ്പം തന്നെ നമ്മൾ ശരിക്കും അവരെ അംഗീകരിക്കണം, അഭിനന്ദിക്കണം. ഒന്നാമത് സ്വന്തം തട്ടകത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുക തീർച്ചയായും വളരെ പ്രയത്നമുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ മത്സരം, അതും ആദ്യത്തെ മത്സരം. ചെന്നിറങ്ങി ആദ്യമേ ഒരു ട്രീറ്റാണ് കൊടുക്കുന്നത് ന്യൂസിലാൻഡിന്. അങ്ങനെ ഉള്ള ഒരു ടീമിനെ അഭിനന്ദിക്കാതെ തരമില്ല മനു. മറ്റൊന്ന് അവരുടെ ആർജവം, കളിച്ച കളിയെല്ലാം നോക്കുക. അവരുടെ കഴിവിനൊത്ത എല്ലാ കളിയും പെർഫോം ചെയ്തു എന്നുള്ളതാണ്. വെസ്റ്റ് ഇൻഡീസിനെയൊക്കെ അവർ കിടുകിട വിറപ്പിച്ചിട്ടാണ് അവർ കീഴടങ്ങിയത് എന്ന് പറയുമ്പോൾ ആ ടീമിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് വെസ്റ്റ് ഇൻഡീസ്, ആലോചിക്കണം. അവരെ പോലും അവർ വിറപ്പിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാന് ശരിക്കും ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു കാര്യം, അതിൽ നിന്ന് ഇനിയും താരങ്ങൾ ഉയർന്നു വരാനുണ്ടെന്നുള്ളതിൻ്റെ സൂചന കൂടി ഈ അണ്ടർ-19 അഫ്ഗാനിസ്ഥാൻ ടീം തരുന്നു. സീനിയർ താരങ്ങൾ മാത്രമല്ല, ജൂനിയറിൽ നിന്നും നാളെ താരങ്ങൾ ഇന്ത്യയിലെ ലേലത്തിലേക്ക് വന്നുകൂടായിക ഇല്ല മനു. അതിൻ്റെ ഒരു ചുവട് കൂടി അവർ വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടീമിനേക്കാൾ മുൻപിൽ ആദ്യം അഭിനന്ദിക്കുന്ന ടീം തീർച്ചയായും നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ തുടങ്ങുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ആദ്യം എഴുതണം. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KL മോഹൻ വർമ്മ, ഒരുപക്ഷെ അങ്ങയിലെ എഴുത്തുകാരനെയൊക്കെ ഒരുപാട് പ്രചോദിപ്പിക്കുമായിരിക്കും ഈ അഫ്ഗാനിസ്ഥാനിലെ ആ കുട്ടികളുടെ, എനിക്ക് അവരുടെ പേരൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, അവരുടെ ഒരു പോരാട്ട വീര്യത്തിന്റെ കഥ. ഒരുപക്ഷെ ശ്വസിച്ചാൽ ചോര മണക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ്, വെടിയൊച്ചകൾ മാത്രം മുഴങ്ങുന്ന ഒരു മണ്ണിൽ നിന്നാണ് അതിജീവനത്തിന്റെ പോരാട്ട വീര്യവുമായി അവരെത്തിയത്. ഈ
വലിയ വേദിയിൽ അവർ കാഴ്ചവെച്ച ആ പോരാട്ട വീറിനെ അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അത് കൂടുതൽ ടെൻഷൻ വരുമ്പോൾ, ഫിസിക്കൽ ടെൻഷൻ വരുമ്പോൾ, സൊസൈറ്റിയിൽ അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ കഴിവുകൾ ഏറ്റവും പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരുന്നത്. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അവിടെ നിന്നും ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വാശി, നമുക്ക് ജയിക്കണം, മറ്റവരെക്കാളും ബെറ്റർ ആകണം എന്നുള്ള വാശി വരുന്നപ്പോഴാണ് നമുക്ക് വേദന വരുമ്പോഴാണ്. നമ്മുടെ കാര്യങ്ങൾ ഇത്തിരി നോക്കൂ, നമുക്ക് വേദന വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വാശിയോടെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ അവരുടെ അന്തരീക്ഷത്തിൽ അവർക്ക് പൊതുവെ മറ്റ് രാജ്യങ്ങളെക്കാളും യാതൊരു സൗകര്യവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ കളിയുടെ. അപ്പോൾ ആ കളിയുടെയുള്ള കോൺസെൻട്രേഷൻ അവരൊരു യുദ്ധമാണ്, അവരോട് തന്നെ നടത്തുന്ന യുദ്ധമാണ്. അവരുടെക്കെതിരായിട്ട് മറ്റു രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിനെതിരായിട്ട് അവർ നടത്തുന്ന യുദ്ധമാണത്. ആ യുദ്ധത്തിൻ്റെ ഭാഗം കൂടി ഇതിൽ മുമ്പോട്ട് വരുന്നുണ്ടെന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അതാണ് അഫ്ഗാനിസ്ഥാൻ ചിലപ്പോൾ അതുപോലുള്ള ചെറിയ രാജ്യങ്ങൾ പ്രശ്നങ്ങളിലും പലപ്പോഴും വളരെ മുന്നിലേക്ക് എത്തുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. അത് ഇപ്പം നമ്മളത് ശരിക്കും കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, വന്നിട്ട് ന്യൂസിലൻഡ് അവരുടെ സ്ഥലത്ത് തോൽപ്പിക്കുകയാണെ ആദ്യത്തെ തവണ, വിച്ച് യു നെവർ എക്സ്പെക്റ്റ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അവരുടെ ആ പുതിയ രീതിയിലുള്ള കളിക്ക് വേണ്ടിയുള്ള വാശി, ആ വാശി നിലനിർത്തണം. അതുപോലുള്ള ടീമുകൾ വരുമ്പോഴാണ് ക്രിക്കറ്റ് കുറേ കൂടെ വലുതാകുന്നത്. കളിയാണല്ലോ ഏറ്റവും പ്രധാനം, സ്പോർട്സാണ് ഏറ്റവും പ്രധാനം. അത് കൂടുതൽ വരുന്നത് ഇതിൽ കൂടിയാണ്. വളരെ നല്ലതാണ്. നമ്മൾ ഇന്ത്യ പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. എനിക്ക് താങ്കൾ ആ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. അവിടെയാണ് ക്രിക്കറ്റ് കൂടുതൽ വലുതാകുന്നത്. സുധേഷ്, ഇപ്പോൾ ഒരു വർഷത്തിനപ്പുറം സീനിയർ ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. 10 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഈ ലോകകപ്പിൽ 16 ടീമുകളുണ്ടായിരുന്നു. ICC പറയുന്നത് ചെറിയ ടീമുകൾ വന്നു കഴിഞ്ഞാൽ കളിയുടെ ഒരു മുറുക്കം അതൊക്കെ നഷ്ടപ്പെടുമെന്നാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറു ടീമുകളുടെ ഒന്നും ഉദയത്തിനും കളിയുടെ ഒരു വ്യാപനത്തിനും തടസ്സമാവുകയാണ്. ഇവരെന്താ അതൊന്നും കാണാതെ പോകുന്നു? ഇത്തരത്തിലുള്ള ടീമുകളെയൊക്കെ അല്ലേ സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലേ ഇവരൊക്കെ? തീർച്ചയായും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കമ്പാരിസൺ. ഒന്ന് ഫിഫയും ICC തമ്മിൽ കമ്പയർ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഫിഫ എങ്ങനെ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും ചില മത്സരങ്ങൾ നമുക്ക് തന്നെ ആലോചിക്കാൻ ലോകകപ്പിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാത്ത മത്സരങ്ങളുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ പരിഗണിക്കപ്പെടുന്നത് ഈ കളി ആത്യന്തികമായി ജയിക്കേണ്ടത് മത്സരം കിരീടം നേടുന്നവരല്ല, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. നമ്മൾ പലതവണ ഒളിമ്പിക്സിൻ്റെയും മറ്റും തത്വമായി പറയുന്നു. അത് ഒളിമ്പിക്സിൻ്റെ മാത്രമല്ല, ഏതൊരു കളിയുടെയും അടിസ്ഥാന തത്വം എന്ന നിലയിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പങ്കെടുക്കുക, കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുക. ഇപ്പോൾ വലിയ സങ്കല്പങ്ങൾ ലോകത്ത് തന്നെ ആരോഗ്യത്തെ, കളി എത്രത്തോളം ആരോഗ്യത്തിന് അല്ലെങ്കിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കളിയിലും മറ്റും പങ്കെടുക്കുക എന്നുള്ള എത്രത്തോളം പ്രധാനമാണ് എന്ന് പല പഠനങ്ങളും സർവേകളും അല്ലെങ്കിൽ പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിലും ഇത്തരം അഫ്ഗാനിസ്ഥാനെ പോലെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ICC ഇവിടെ നോക്കുന്നത് അവരുടെ ബിസിനസ് താല്പര്യം മാത്രമാണ്. അതിൽ BCCIക്ക് നമുക്കറിയാം, ICCയുടെ പല കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കിട്ടുന്നത്. അപ്പോൾ ഇത്തരം അഫ്ഗാനിസ്ഥാനും അല്ലെങ്കിൽ UAE പോലുള്ള രാജ്യങ്ങളുടെ മത്സരം നടത്തി അധികം പരസ്യക്കാർക്ക് താല്പര്യമില്ലാത്ത മത്സരം നടത്തി സമയം കളയാൻ ഇവർക്ക് താല്പര്യമില്ല. അവിടെയാണ് ഇതിൻ്റെ വിഷയം. കളിയോടുള്ള സ്നേഹം മാറി കളി ഒരു 25% ബാക്കി ബിസിനസ് താല്പര്യവും വരുന്നു. നമുക്കറിയാം 75% കളിയോടുള്ള ആത്മാർത്ഥത പുലർത്തിയാൽ മാത്രമേ ഈ കളി നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കുന്നില്ല. നമുക്ക് കളിയിൽ നിന്നാണ് ക്രിക്കറ്റിൻ്റെ മറ്റു സാധ്യതകൾ എല്ലാം വരുന്നത്. എന്താണ് ഈ കളിയുടെ ഉറങ്ങുന്ന ഭീമൻ ഇന്ത്യയിലുണ്ടെന്ന് ഫിഫ കണ്ടെത്തിയതുപോലെ ഒരുപക്ഷെ ഈ അഫ്ഗാനിലൊക്കെ ഉറങ്ങുന്ന സിംഹങ്ങളായിരിക്കും ക്രിക്കറ്റിൽ കിടക്കുന്നത്. കണ്ടെത്താൻ ICCക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. തീർച്ചയായും മനു, അത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കളിയുടെ നിലവാരമല്ല, ആ രാജ്യങ്ങളെയും കൂടുതൽ രാജ്യങ്ങളെ, ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളായാലും ഫുട്ബോളിൽ അവരെ കൂടുതൽ ഉൾപ്പെടുത്തുക. ഇത്തരം രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ആ കളിയെ എക്കാലവും നിലനിർത്താൻ ഇത് സഹായിക്കും. ആ കളിയുടെ പ്രചാരണത്തിന് ഈ ഘടകമാണ് സഹായിക്കുന്നത്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് കളി വികസിക്കുന്നു. ക്രിക്കറ്റിന് എന്തുകൊണ്ടാണ് ഒരു കാലത്തും വലിയ പുരോഗതി ഇന്നും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നില്ല? നേരെ മറിച്ച് UN അംഗങ്ങളായ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഫിഫയിൽ അംഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഫുട്ബോൾ എത്രത്തോളം ലോകത്ത് പ്രിയപ്പെട്ടതായിരിക്കുന്നു, പ്രചാരത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം എത്തിയില്ലെങ്കിലും അതിൻ്റെ പരിസരത്തെങ്കിലും എത്താൻ ക്രിക്കറ്റിന് സാധിക്കണമെങ്കിൽ, കൂടുതൽ രാജ്യങ്ങളിൽ പ്രചാരം കിട്ടണമെങ്കിൽ, കൂടുതൽ രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ലോകകപ്പ് പോലുള്ള മത്സരങ്ങൾ നടത്തുകയും ഇത്തരം രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ പണം ചെലവാക്കുകയും വേണം. അഫ്ഗാനിസ്ഥാനെയും മറ്റും പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ഫിഫ പല രാജ്യങ്ങളെയും അങ്ങനെ സഹായിക്കുന്നത്, വലിയ രീതിയിൽ ഫണ്ട് കൊടുക്കുന്നത് നമുക്കറിയാം. ആ രീതിയിൽ സഹായിക്കേണ്ട സ്ഥാനത്താണ് അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥയുള്ളത്. ഇത് ആത്യന്തികമായി കളിക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ ഈ കളി ഒതുങ്ങിപ്പോകാൻ, ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഒതുങ്ങിപ്പോകാൻ ഇടയാക്കും.
തിരികെ ചർച്ചയിലേക്ക് ശ്രീകുമാരൻ നായർ, ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിലേക്ക് കൂടി വളരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോകേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഓസ്ട്രേലിയയുടെ പ്രകടനത്തിലേക്ക് വരാം. ഈ ഫുട്ബോളിൽ ജർമ്മനിയാണ്, ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം ആ ഒരു രീതിയിൽ തന്നെയാണ്, ഒരു യന്ത്രവൽകൃത രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു സംവിധാനവും ഘടനയും മത്സരങ്ങളൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് ഒരു ഘട്ടത്തിൽ 184 എന്ന നിലയിൽ നിന്ന ടീമാണ് ഈ 216 റൺസിന് ഓൾ ഔട്ടായി പോകുന്നത്. അവരുടെ പ്രകടനത്തെ കൂടി ഒന്ന് വിലയിരുത്തേണ്ടി വരുന്ന സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും മനു, ഇവിടെ ടോസ് വിൻ ചെയ്ത് ഇന്ന് ബേ ഓവലിൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ശരിക്കും ബാറ്റിംഗ് തിരഞ്ഞെടുത്തതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ടീമായാലും ഇന്നത്തെ അവസ്ഥയിൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത. ഒന്ന്, ഒരു നല്ല ടോട്ടൽ പടുത്തുയർത്തുക, ടീമിനെ സമ്മർദ്ദത്തിലാക്കുക. അത് ഏതൊരു ക്യാപ്റ്റനും കൊതിക്കുന്ന ഒരു രീതിയാണ്. അതാണ് ഓസ്ട്രേലിയൻ ഇന്ന് ശരിക്കും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് തന്നെ തോന്നി ഒരു 280 സ്കോർ ബിറ്റ്വീൻ 260 and 280 വരെ എത്തും എന്ന് തോന്നിച്ച സ്ഥലത്ത് നിന്നാണ് ശരിക്കും ഇന്ത്യൻ ബൗളേഴ്സ് കളി തിരിച്ചു കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ സച്ചിൻ ബേബി നേരത്തെ പറഞ്ഞ ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിൽ ബൗളർമാർക്കും പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഒന്ന്, കൃത്യമായ ഒരു കാൽക്കുലേഷനോടുകൂടി പൃഥ്വി ഷാ ബൗളർമാരെ നിയോഗിച്ചു. അവർ കറക്റ്റായിട്ട് അതിനുശേഷം ഈ 144 ശേഷം നമ്മൾ ആ ഒരു കളി പരിശോധിച്ചാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് പോകുന്ന അവസ്ഥ. മാത്രമല്ല, സാറ് സൂചിപ്പിച്ചു, അത് മനോരമ സാറ് സൂചിപ്പിച്ചു, ഫീൽഡിങ്ങിൻ്റെ കാര്യം വളരെ മനോഹരമായി ഇന്ത്യൻ ടീം ഫീൽഡ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് കളി ഇന്ത്യ നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുത്തതും ഒരു ചുരുങ്ങിയ സ്കോറിൽ, ഒരുപക്ഷെ 230 പോലും കടക്കാൻ സാധിക്കാത്ത ഒരു സ്കോറിൽ ഓസ്ട്രേലിയയെ പോലുള്ള ഒരു വൻപൻ ടീമിനെ, ശരിക്കും മനു പറഞ്ഞത് തന്നെ, ഫുട്ബോളിൽ ജർമ്മനിയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രസീലാണെങ്കിൽ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ആണെന്ന് എല്ലാവരും ലോകം ഒട്ടുക്ക് പറയുന്ന ഒരു ഇതാണ്. അവരും 3 പ്രാവശ്യം ഈ ലോകകപ്പ് നേടിയ ടീമാണ്. അതുകൊണ്ടാണ്. പക്ഷേ അതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. ഈ മെൻഡർ അവിടെയും പ്രയോഗിച്ചിട്ടുണ്ട്. ആദ്യ കളി നമ്മൾ പരാജയപ്പെടുത്തി എന്നുള്ള ആശയമൊന്നും ആർക്കും വേണ്ട. ഇത് പുതിയൊരു കളി, പുതിയൊരു ടീം, പുതിയൊരു ദിവസം, പുതിയ ചുവടോടുകൂടി കളിക്കൂ. അത് കൃത്യമായി ഇന്ത്യൻ ടീം. ഇവിടെ വളരെ നന്നായി ബാറ്റ് ചെയ്ത 1-2 ആൾക്കാർ നമ്മൾ എടുത്തു പറയണം. ജൊനാഥൻ മാർലോ ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു. അദ്ദേഹം ഒരു 76 റൺസ് സ്കോർ ചെയ്ത ഒരു മത്സരമാണ്. പക്ഷേ അവരുടെ പ്രധാന ബാറ്റ്സ്മാൻമാർക്ക് തിളങ്ങാൻ പറ്റാത്ത മറ്റൊരു മത്സരമായി മാറിപ്പോയി ഇത് എന്ന് പറയുന്നതാണ്. അവിടെയാണ് അൻഗുലിനെയും അതുപോലെ തന്നെ നാഗർകോട്ടിയുടെയും ഒക്കെ ശരിക്കും വ്യക്തിഗത പ്രകടനം. തീർച്ചയായിട്ടും എനിക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഇവിടുന്ന്. ശ്രീ ദേവദാസ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ബാറ്റ്സ്മാൻമാർക്ക് അപ്പുറത്തേക്ക് കുറച്ച് മികച്ച പേസ് ബൗളർമാരുടെ പേരും നാഗർകോട്ടിയും ശിവമാവിയും അടക്കമുള്ളവർ, ഇഷാൻ പോറൽ അടക്കമുള്ളവരുടെ പേരുകൾ നമ്മൾ കേട്ടു. സീനിയർ ടീമിൽ ഇപ്പോൾ ബുംറയെ പോലുള്ളവരുണ്ട്. പക്ഷേ ഇവരൊക്കെ വിദേശത്ത് നിന്ന് ഈ നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ ഇവിടെ ഈ ഫ്ലാറ്റ് വിക്കറ്റാണ്. ഇവിടെ എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. ഇവിടെ പേസ് ബൗളർമാർക്ക് അല്ലെങ്കിൽ ബൗളർമാർക്ക് യാതൊരു സ്വാധീനവുമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ പേസ് ബൗളിംഗ് നിരയെ പിന്നീട് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നൊരു ചോദ്യം കൂടി വരുന്നില്ലേ? മനു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇവരെ നേരെ ഈ MRFന്റെ ഈ മെഗ്രാത്തിന്റെ എല്ലാം ആ ലില്ലിയെല്ലാം നടത്തുന്ന അതിലേക്ക് കൊണ്ടുപോയിട്ട് ഫൈൻ ട്യൂൺ ചെയ്യണം ലില്ലിയെ. അല്ലെങ്കിൽ സെന്റർ ഓഫ് എക്സലൻസ് പോലെ പേസിന്റെ ഓസ്ട്രേലിയയിലേക്ക് അവരെ അയക്കണം ഇതിനെ. എന്നിട്ട് ആ ഫ്ലോസ് ഇതാക്കണം. എന്താ പറയുക, ഇവർ ഈ ബാറ്റിംഗ് വിക്കറ്റിൽ ഇതേ പേസിൽ ബോൾ ചെയ്തിട്ട് ഓരോ ഷോൾഡർ ഇളകിപ്പോവും. ചെറിയ കുട്ടികളാണ് ഇത്. അതുകൊണ്ട് അവരെ ട്വീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രേസിലേക്ക് പോയാൽ അവർ ഇഞ്ചേർഡ് ആയാൽ അവരെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ ഫൈൻ ട്യൂൺ ചെയ്ത് ലില്ലി, മെഗ്രാത്ത് അല്ലെങ്കിൽ ആ ഡ്രാവിഡ്, അതിന് വേണ്ട കോച്ച്, അതിനാണ് BCCI നോക്കേണ്ടത്. പിന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ പോലെ തന്നെ വിജയമാണ് അത് ഞങ്ങൾ ICC എല്ലാം നോക്കണം. എങ്ങനെ UN പോലും എങ്ങനെ വാർ സിറ്റുവേഷനിൽ റെഫ്യൂജി ക്യാമ്പിലെല്ലാം ഇത് ഉപയോഗപ്പെടുത്താൻ, കളീനെ ഉപയോഗപ്പെടുത്താൻ. അതാണ് ലൈബീരിയ കാണിച്ചിരുന്നത്, സിറിയ കാണിച്ചിരുന്നത്, ഇറാഖ് കാണിച്ചിരുന്നത്, അഫ്ഗാനിസ്ഥാൻ കാണിച്ചിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ മുജീബ് എന്ന് പറഞ്ഞ ലെഗ് സ്പിന്നർ, വേൾഡ് ക്ലാസ് സ്പിന്നറാവും. അയാൾ IPL ഇപ്പോൾ എടുത്തിന്. റഷീദ് ഖാൻ 9 കോടിക്കാണ് SRH എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ ബോംബ് പൊട്ടുന്ന നഗരത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഉള്ളത് പോലെ ഞങ്ങൾ ഈ ലെഗ് സ്പിന്നേഴ്സിനെ പോലെ പേസിനെ വേറെ തന്നെ ഒരു പേസ് അക്കാഡമി BCCI തുടങ്ങി
അവർക്ക് വേണ്ട ഡയറ്റ്, സയന്റിഫിക് ട്രെയിനിങ് ഓസ്ട്രേലിയ സെന്റർ ഓഫ് എക്സലൻസ് പോലെ ബാംഗ്ലൂരോ അതിന് പറ്റിയ വയനാടോ എവിടെയെങ്കിലും തുടങ്ങി അതിന് വേണ്ട സിറ്റുവേഷൻ എത്തിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ശ്രീ ദേവദാസ്, ഞാൻ ഇടപെടുകയാണ്, കാരണം സമയം അവസാനിക്കാറാകുന്നു. ശ്രീ മോഹൻ വർമ്മ സാർ, താങ്കളിൽ തുടങ്ങി താങ്കളിൽ തന്നെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യൻ ടീമിലെ മുതിർന്ന താരങ്ങൾക്ക് നമ്മുടെ ഈ മിടുക്കന്മാരായ കുട്ടികൾ ഈ വിജയം നൽകുന്ന സന്ദേശം എന്താണ്? എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കണം. നമ്മൾ ഇവിടെ പലരും ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ സിസ്റ്റത്തിൻ്റെ പുറത്ത് നിന്ന് അതിനെ യുദ്ധം ചെയ്യാൻ ഒക്കില്ല. സിസ്റ്റത്തിനകത്ത് നിന്ന് അതിനെ നന്നാക്കാൻ സാധിക്കും. അങ്ങനെ മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. ദ്രാവിഡ് അതാണ് ചെയ്തത്. സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ഇതിലെ മെച്ചം വരുത്തുക. അപ്പോഴേ അതുപോലുള്ള ഓൾട്ടർനേറ്റീവ്സ് തന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മളിലെ പ്രതിഭാധന്മാരായ കോച്ചസും ഹെഡ് കോച്ചസും കളിക്കാരും അവരിൽ നിന്നും പുതിയ ആശയങ്ങൾ വരുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വളരെ സന്തോഷമായിട്ട് ഇതിൻ്റെ ഭാവി വളരെ ശോഭനമായിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ആൾക്കാർ തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ. എത്ര സിസ്റ്റത്തിന് മറ്റു വ്യത്യാസങ്ങൾ വന്നാലും ശരി അതിനെ കൂടെ കടന്ന് ചെല്ലുന്ന ഓവർകം ചെയ്യുന്ന നിലയിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഒരു കാര്യം പറയൂ, എല്ലാവരും ഇന്ത്യ 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 എന്ന് പറഞ്ഞ് നമ്മുടെ മാത്രം ക്യാപ്പിലായിരുന്നു ഇന്ത്യയുടെ നമ്മുടെ ത്രിവർണ്ണ പതാക പതിച്ചിരുന്നതെന്നൂടെ ഒന്ന് ഓർത്തുക. വേറെ ഒരു ടീമിൻ്റെയും ആൾക്കാരുടെ ക്യാമ്പിൽ അവരുടെ ഇതില്ലായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ഐക്യം. അതുകൊണ്ട് ഒരു സംശയമില്ല, നമുക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ സാധിക്കും. വളരെ വളരെ ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യയുടെ വാസ്തവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഐക്യത്തിൻ്റെ ഒരു ഇതായി മാറുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ KL മോഹനവർമ്മ, ശ്രീ സുധേഷ്, ശ്രീ ശ്രീകുമാരൻ നായർ, ശ്രീ ദേവദാസ്, ഒപ്പം തന്നെ ശ്രീ സച്ചിൻ ബേബി ഒരു അവസരത്തിൽ ഞങ്ങളോട് ഒപ്പം ചേർന്നതിനും സംസാരിച്ചതിനും നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകളും മത്സരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പങ്കുവച്ചതിന് ഏതായാലും വളരെ സ്വപ്നതുല്യമായ വളരെ ചരിത്രപരമായ ഒരു നേട്ടം ഇന്ത്യൻ അണ്ടർ-19 ടീം അംഗങ്ങൾ രാജ്യത്തിന് ഇന്ന് സന്തോഷമായി തന്നിരിക്കുന്നു. ഏതായാലും നാലാം തവണ ലോക കിരീടം സ്വന്തമാക്കി ഒരു വലിയ നേട്ടം, ചരിത്രം തന്നെ സ്വപ്നതുല്യമായൊരു നേട്ടം തന്നെ അവർ കുറിച്ചിരിക്കുന്നു. അതും 3 തവണ ലോക കിരീടം നേടിയ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വമ്പന്മാരായ സാക്ഷാൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് അത് നേടിയത് എന്ന് പറയുമ്പോൾ അതിന് തിളക്കം കൂടുകയാണ്. ഒപ്പം തന്നെ വലിയ പ്രതീക്ഷകളും ഈ ടീം ഭാവിയിലേക്ക് നൽകുന്നു. ഇന്ന് ലോകകപ്പിൽ ന്യൂസിലാൻഡിൽ ഇന്ത്യ നടത്തിയത് ഭാവിയിലേക്കുള്ള കരുതൽ ധനമാണ്, നിക്ഷേപമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി.